നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാലക്കാട് MLA അതല്ല ഉദ്ദേശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം UDFന്റെ MLA ആണ് ഇന്നും. എന്താണ് നടപടി? ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണ് ഈ ഓട്ടം? അദ്ദേഹം UDFന്റെ MLA ആണ്. താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയുടെ നടപടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് UDFന്റെ MLA ആണ്. അദ്ദേഹത്തെ അതെ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പുറത്താക്കാന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി. അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത്? എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി ഈ സമൂഹത്തിലുണ്ടോ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ്. നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ?